ഇപ്പോൾ കെ യു മധുസൂദനൻ CRPF റിട്ടയർഡ് IG ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടി ചേരുന്നു. ശ്രീ കെ യു മധുസൂദനൻ, വളരെ നിർണായകമായ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. രാജ്യാന്തര സമ്മർദ്ദങ്ങളുടെ ഭാഗമായി, ഇന്ത്യയുടെ നിലപാടിന്റെ ഭാഗമായി ഇപ്പോഴിതാ മധുസൂദനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ 10 മണിയോടുകൂടി വാഗാ അതിർത്തി വഴി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു നീക്കത്തിനോടൊപ്പം പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾക്കുള്ള തുടക്കമാവട്ടെ എന്ന്. എങ്ങനെ കാണുന്നു പാകിസ്ഥാന്റെ ഈ ഒരു നീക്കത്തെ? ഈ വിട്ടയക്കൽ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ദി ഏർലിയർ ദ ബെറ്റർ. ഇത് നീട്ടിക്കൊണ്ടുപോകും തോറും സ്ഥിതിഗതികൾ വഷളാകുമായിരുന്നു. ആ തരത്തിലുള്ള ഒരു വികാരം ഇന്ത്യയിൽ ആകെ പ്രകടമായി. അത് നേരത്തെ ചെയ്യാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സാങ്കേതികമായി നിയമപരമായി ജനീവ കരാറിലെ ഒരു സിഗ്നറ്ററി എന്ന നിലക്ക് പാകിസ്ഥാന് ഇതിനൊരു നിയമപരമായ ബാധ്യതയുണ്ട്. രണ്ടാമത്, അന്തർദേശീയ തലത്തിൽ വമ്പിച്ച സമ്മർദ്ദമാണ് ഇത്തവണ പാകിസ്ഥാൻ നേരിടുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്ന ചൈന, സൗദി അറേബ്യ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്നും പരസ്യമായും രഹസ്യമായും തന്നെ ഒരു സപ്പോർട്ടും ഇല്ല എന്ന് മാത്രമല്ല, ഒരുതരം ഒറ്റപ്പെടുത്തൽ നടന്നിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ തീരുമാനം നേരത്തെ എടുത്തു. അതും ഒരു ഫോർമലായ ചർച്ചക്ക് സാധ്യതയുണ്ടാവുമെന്ന് കരുതി അതിന് പോലും കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തതിന്റെ പിന്നീടുള്ള ചിന്ത അത്തരത്തിലായിരിക്കും. കാരണം ദിസ് ടൈം അവർക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ബോർഡറിൽ ഉണ്ടാവുന്ന സ്ക്രിമിഷ്, അത് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്, അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള ഒരു ജനങ്ങളും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. അവർക്കറിയാം അതിലും അവർ വിജയിക്കാനൊന്നും പോകുന്നില്ല എന്ന്. ശ്രീ കെ വി മധുസൂദനാണ് CRPF റിട്ടയർഡ് IG ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയത്.